വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ ഒക്കെ എല്ലാവരും തകർത്തിരിക്കുകയല്ലേ? അപ്പോൾ കാര്യം ന്യൂ ഇയർ ആയി. അപ്പോൾ നമ്മൾ മിക്കവാറും പേരും എടുത്തിരിക്കുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വെയിറ്റ് റിഡക്ഷൻ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റിയൊരു റെസിപ്പിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വണ്ണം കുറയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലോ കാലറിയിലുള്ള ഓട്സ് ആയിരിക്കും ആദ്യം തന്നെ മനസ്സിൽ വരുന്നത്. കാര്യം ഓട്സ് എല്ലാവർക്കും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷേ നല്ലൊരു കിടിലൻ പുട്ടിൻ്റെ രൂപത്തിൽ ഓട്സ് അങ്ങ് കിട്ടിയാൽ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് വണ്ണം കുറച്ചിടേ കണ്ടാക്കാല്ലേ റെസിപ്പി. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഓട്സ് പുട്ട് ഉണ്ടാക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഓട്സും ഒരല്പം തേങ്ങയും പാകത്തിനുള്ള ഉപ്പും വെള്ളവും മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ ഒരു കപ്പ് മെഷറിംഗ് കപ്പിന് തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 250 ml മെഷറിംഗ് കപ്പിന് ഒരൊറ്റ കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള തേങ്ങ അത് നനച്ചെടുക്കാനായിട്ട് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പും വേണം കേട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഈ ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് നൈസായിട്ടൊന്നും പൊടിയണ്ട, പത്തിരിയുടെ പൊടി പോലെ ഒന്നും ആക്കണ്ട കേട്ടോ. നമ്മൾ സാധാരണ പുട്ടിൻ്റെ പരുവത്തിന്, അതായത് ഈ ഒരു പരുവത്തിന് പൊടിച്ചെടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും അല്പാൽപ്പമായിട്ട് നമ്മളെടുത്ത് വെച്ച പച്ചവെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നനച്ചെടുക്കാനായിട്ട് തുടങ്ങുക. നനച്ചെടുത്ത് തുടങ്ങുമ്പം ഇതുപോലെ കട്ട പിടിച്ച് തുടങ്ങും കേട്ടോ. ഒന്നും പേടിക്കേണ്ട, നമ്മൾ അതിനുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട പിടിച്ച് തുടങ്ങും. കുറച്ച് നനച്ചതാ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ബോളല്ലാതെ ഈ ഒരു കയ്യിൽ ഒരുപാട് ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഒരു പാകത്തിനുള്ളൊരു ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അതാണ് അതിൻ്റെ ഭാഗം കേട്ടോ. ഈ ഒരു സമയത്ത് തിരിച്ച് അതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കിയിട്ട് നമുക്ക് മാക്സിമം ആ ബോളൊന്ന് പൊടിച്ചിട്ടതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇടുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്സ് പുട്ടുപൊടി പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഓട്സ് പുട്ടുപൊടി വെച്ച് നല്ലൊരു ചിരട്ട പുട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാക്ഷാൽ ചിരട്ട പുട്ടുകുറ്റി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ ഇതുപോലൊരു ചിരട്ട പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചില്ലിടാനായിട്ട് മറക്കണ്ട, ചില്ലിടുക. പാകത്തിനുള്ള തേങ്ങ ചേർക്കുക. നമ്മൾ ഓട്സ് പുട്ടുപൊടി ചേർത്തിട്ട് അതിന് മുകളിൽ ഒരല്പം തേങ്ങയും കൂടെ ചേർക്കാം കേട്ടോ. പുട്ടിന് ആവി കയറ്റാനായിട്ട് ആരും പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ചിരട്ട പുട്ടുകുറ്റിയാണെന്നുണ്ടെങ്കിലും പ്രഷർ കുക്കറിൽ വെക്കാൻ സൗകര്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് ഫുൾ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തു. ആവി വന്നു തുടങ്ങിയപ്പം പുട്ടുകുറ്റി, അതായത് ചിരട്ട പുട്ടുകുറ്റി മുകളിലേക്ക് വെച്ചു. ഇനി ആവി വന്നതിന് ശേഷം, അതായത് പുട്ടുകുറ്റിയുടെ മുകളിലൂടെ ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റേലും വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓട്സാണ് പെട്ടെന്ന് നമ്മൾ സാധാരണ പുട്ടുപൊടി പോലെ സെറ്റ് ആവില്ല പെട്ടെന്ന്. അങ്ങ് ഒരു 5 മിനിറ്റ് മിനിമം വെയിറ്റ് ചെയ്യുക ആവി വന്നതിന് ശേഷം. ഓക്കെ, ഫുൾ ഫ്ലെയിമിൽ തന്നെ ഫുൾ സ്പീഡിൽ ആവി വന്നോട്ടെ. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ഓട്സ് ചിരട്ടപ്പുട്ട് സൂപ്പർബായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ വണ്ണം കുറയ്ക്കാനും കൂടെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പൊട്ട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളോട് അറിയിക്കാനായിട്ട് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ തെളിഞ്ഞു വരും കേട്ടോ. അതിനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടും. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു നല്ല വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.